ശാസ്ത്രജ്ഞനെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാണിച്ചു കൊടുക്കുന്നവർക്ക് 25 ലക്ഷം രൂപ പാരിതോഷികം. എന്റെ കർത്താവ്, അയാൾ എന്റെ മുന്നിലെങ്ങാനും കൊണ്ടിട്ടിരുന്നെങ്കിൽ 25 ലക്ഷം രൂപ. ഇതാരാ ഇന്നലെ ഇവിടെ കൊണ്ടുവച്ചത്? തേങ്ങ. അയ്യോ, മുങ്ങുന്നതാ തടിക്ക് നല്ലത്. എന്താ ഉദ്ദേശം? കുറെ നാളായല്ലോ ഈ പലിശ മുതലും തരാതെ മുങ്ങിക്കളി തുടങ്ങിയിട്ട്. കച്ചവടമൊക്കെ വളരെ മോശമാ. അതേ 2 ഉണക്ക ബീട്രൂട്ടും പാതിച്ചേനെ. 501 മൊബൈൽ പോലും ഇല്ല. മുതലാളി പറഞ്ഞു നിർത്തും. കുറെ നാളായില്ലേ ഞാൻ പറഞ്ഞു നിർത്താൻ തുടങ്ങിയിട്ട്. ഇനി ഞാൻ വിചാരിച്ചാലും നടക്കില്ല. അതെന്താ? കരാട്ടെ സുലൈമാൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുമില്ല. എന്നാ കേട്ടോ, കണ്ടോ? കാശ് പിരിക്കാൻ മുതലാളി തന്നെ ഏർപ്പാടാക്കിയതാ. ഒരാഴ്ചക്കകം മുതലും പലിശ തന്നില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് താ ശരിക്കും മനസ്സിലാക്കും. കേട്ടോ? വണ്ടി നിർത്തോ, വണ്ടി നിർത്താൻ. മനഃപൂർവ്വം മറച്ചിട്ടത്. മറിച്ചിടാൻ ചേട്ടൻ ദോശയോ? എടാ ഞാഞ്ഞൂലികളെ, കളി എന്നോട് വേണ്ട. 25 വർഷം പട്ടാളത്തിന് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരു വിമുക്ത പടനാണി വിക്രമൻ. എന്നിട്ട് ആര് പറഞ്ഞു ചോറി കുത്തി ഇവിടെ വന്നിരിക്കാൻ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് മാന്യന്മാർ താമസിക്കുന്ന സ്ഥലമാ. അപ്പൊ ചേട്ടൻ ഇവിടെ വന്ന് നിൽക്കണതോ? ഒരാൾ ഞഞ്ഞാവിഞ്ഞ വർത്തനം പറയാൻ സ്ഥലം വിട്ടോണം, ഇല്ലെങ്കിൽ തനി ഇത് കാണിക്കരുത്, മഹാവൃത്തിയേടായിരിക്കും. കാണിക്കൂടാ, കാണിക്കും. കാണിച്ചാലേ നീ അയ്യോ, എവിടെ നോക്കിയാണോ ചവിട്ടുന്നത്? പോടാ. പിള്ളച്ചാന്റെ വീട്ടിൽ നൂഡിൽസ് വെച്ചിട്ടുണ്ടോ? നൂഡിൽസ് ഒന്നും നമ്മുടെ കടയില്ല, റവയുണ്ട്. തൽക്കാലം പിള്ള ഉപ്പാവും ഞാൻ. അപ്പൊ കൂട്ട മായയുടെ വീട്ടിലേക്കുള്ള കിടന്ന് ചാകല്ലേ എടുത്ത് തരാ. കാമുകിനെ കാണാൻ പോലുള്ള ഒരു ആക്രാന്തം കണ്ടില്ലേ? പിടിച്ചത് എന്ത് പണ്ടാരാണ് അതിന്റെ അകത്ത്? ഞങ്ങള് സഹായിക്കണോടാ. വേണ്ട, അവൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയിക്കോളും. നീ ഭാഗ്യം ചെയ്തവനാ മോനെ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ഗ്ലാമർ ഉണ്ടായിട്ട് ആ പെണ്ണിനെ നിന്നല്ലേ പ്രേമിക്കാൻ കണ്ടുള്ളൂ. അല്ലടാ, എനിക്കറിയാൻ പാടിട്ടേക്ക് അവളെന്താ കണ്ണൂട്ടിയാ. അനാവശ്യം പറയരുത്. ഉണ്ടാവില്ലടാ. ചെല്ല് ചെല്ല്, നിന്റെ മായ അവിടെ കാത്തിരിക്കണ്ടാവും.